താങ്കൾ ഈ ദൃശ്യം കണ്ടിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. ആ സ്ഥലത്ത് ആ സമയത്ത് ഇല്ലാത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു ബോഡി ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഈ ദൃശ്യം കണ്ടിരുന്നോ? ഇപ്പൊ നമ്മൾ മീഡിയയൊക്കെ ഇത് ഞാൻ കണ്ടിരുന്നില്ല. നിങ്ങൾ പറഞ്ഞ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത്. ആ സംഭവ സ്ഥലത്തില്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതല്ല, അതായത് താങ്കൾ ഈ ദൃശ്യം കണ്ടിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാനൊന്ന് വിവരിക്കാം. പക്ഷെ അത് കാണുമ്പോഴാണ് അത് കൃത്യമായി ബോധ്യപ്പെടുക. ഒരേ വേദിയിലാണ് രണ്ടുപേരും, ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി അടുത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. അലോഷ്യസ് സേവ്യറുടെ തൊട്ട് വലതുവശത്ത് നിൽപ്പുണ്ട്. അലോഷ്യസ് സേവ്യർ ഒരു ഘട്ടത്തിൽ കൈ ചെറുതായിട്ട് ഉയർത്തുന്നുണ്ട് അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ എന്ന രീതിയിൽ. പക്ഷേ മുഖം പോലും കൊടുക്കാതെ നടന്നു പോകുന്നത് അവഗണിക്കുന്നു എന്നതിന്റെ കൃത്യമായ സന്ദേശമാണ്. നമുക്കത് ദൃശ്യം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് ബോധ്യപ്പെടുന്നത്. അനൂപ്, ഞാൻ അതിനെക്കുറിച്ച് ആർത്തത്തിൽ പ്രതികരിക്കുന്നില്ല. ഞാൻ എപ്പോഴും ദൃശ്യം കണ്ടിട്ടില്ല. ഞാൻ ഇക്കാര്യത്തിലുള്ള നിലപാട് ഒരു അഭ്യർത്ഥനയൊക്കെ മുൻപേ പറഞ്ഞതാണ്. അതിൽ കൂടുതൽ ഈ സന്ദർഭത്തിൽ ഒരു ദൃശ്യത്തിലെ ഈ പറയുന്ന ഒരു പരിപാടിയിൽ രണ്ടുപേർ കണ്ടുമുട്ടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ആദ്യമേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അല്ല, അത് ഒരു കാര്യം കൂടി അനൂപ്, ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇത്ര വലിയൊരു വിഷയമായി ഇത് മാറുമ്പോൾ ഒരു കൈ കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് ആലിംഗനം ചെയ്ത് പരസ്പരം നോക്കി പുഞ്ചിരിച്ച് ഒരുപക്ഷെ ഈ സിറ്റുവേഷനെ ഒന്ന് ലഘൂകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞേനെ. ദാറ്റ്സ് അപ് ടു ഇൻഡിവിജ്വൽസ്. അത് ഒരാൾ എങ്ങനെ ഏത് സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വിവേചനാധികാരമാണ്. ഒരാളോട് പുഞ്ചിരിക്കണോ പുഞ്ചിരിക്കാതിരിക്കണോ എന്നൊക്കെ പറയുന്നതിനകത്ത് അഭംഗിയുണ്ടെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന് കംഫർട്ടായ തരത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണം. അല്ല, KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് കണ്ടിട്ടും അവഗണിച്ചു പോയി എന്ന രീതിയിലേക്കൊക്കെ ആകും ഇനി വാർത്ത വരാൻ പോകുന്നത്. അപ്പൊ അത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? അല്ല, ഞാനത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒരു വളച്ചുകെട്ടലുമില്ലാതെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ വേദനിച്ചിട്ടുണ്ടാകുമോ അനൂപ്? ഇപ്പോ പല കാര്യങ്ങളും അത് വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിടുകയാണ്. സർക്കാരിനെതിരായ വിമർശനം 2 മാസമാകുമ്പോഴേക്കും അത് മാധ്യമങ്ങളിലൂടെ പറയുന്നു. എന്നാൽ നേരിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുന്നില്ല പല കാര്യങ്ങളും നേതാക്കൾ എന്നൊരു വേദന ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമോ? അതുകൊണ്ടാണോ അദ്ദേഹം അങ്ങനെ വേദനിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ വേദനിക്കുന്ന ഒരു തരത്തിലുള്ള ഒരാളായി അദ്ദേഹത്തെ കാണേണ്ട, അദ്ദേഹത്തെ ചൈൽഡിഷായ ഒരാളായി നമ്മൾ കാണാൻ പാടില്ല. അദ്ദേഹം അതിനൊക്കെ സീരിയസ് ആയി കാണുകയും ഇതൊന്നും വ്യക്തിപരമായി VD സതീശൻ എന്നുള്ള വ്യക്തിക്കെതിരെ ആരും വിമർശനം നടത്തുന്നില്ലല്ലോ. അധികാരത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് അദ്ദേഹവും വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്തൊക്കെ അദ്ദേഹം നടത്തിയ സതുദ്ദേശപരമായ വിമർശനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് കൃത്യമായും അത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ വിദ്വേഷമാണ്, ഒരിക്കലുമല്ല. അത് അന്നത്തെ UDF സർക്കാർ, അദ്ദേഹം കൂടി ഭാഗമായി UDF മുന്നണി നിയമസഭാ കക്ഷി, അതൊക്കെ മെച്ചപ്പെടണമെന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇതും അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതെ, ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കും. അതായത് ഇപ്പോൾ ഇതൊരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഷഫീർ ഒന്ന് പറയുന്നു, താങ്കൾ അതിന് മറുപടി പറയുന്നു. ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് അത് ആശാസ്യമാണോ? അല്ല, ഞാൻ ഇതിനകത്ത് അതിനെ വ്യക്തിപരമായി കാണേണ്ടതില്ലെന്നേ. ഇപ്പൊ രാജു P. നായർ, ഇവിടെ നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വാർത്തകൾ വരുന്നുണ്ട്. രാജു P. നായർ എന്നെയും ജില്ലോ ജോണിനെയും ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നു. തീർച്ചയായും രാജു P. നായരെ പോലെ ഉള്ള ഒരാൾക്ക് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അദ്ദേഹത്തിന് അത് അവകാശപ്പെടാമല്ലോ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് VD സതീശനെ പോലെ ഒരാൾ ഒരിക്കലും അതിനെ അനുകൂലിക്കില്ല എന്നാണ്. കാരണം VD സതീശൻ കോൺഗ്രസിന്റെ ആദ്യകാല മീഡിയ പാനലിസ്റ്റുകളിൽ വക്താവായിരുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊക്കെ അദ്ദേഹം മാധ്യമ വക്താവായിരുന്നു. അദ്ദേഹം മാധ്യമ വക്താവും MLA-യും ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ വിമർശനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ആ ജനാധിപത്യത്തിന്റെ സൗകര്യം ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? അദ്ദേഹം ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്നാണ്. നെഹ്റു എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ മറ്റൊരു പദം തന്നെയാണല്ലോ. അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ജനാധിപത്യ സംസ്കാരമുണ്ട്. വിമർശനങ്ങൾ സ്വീകരിക്കുക, തിരുത്തലുകൾ ഉൾക്കൊള്ളുക. ഒരു ജനാധിപത്യവാദിയാണ്, നെഹ്റുവിയനാണെന്ന് പറയുന്ന നിരന്തരം പറയുന്ന VD സതീശനെ പോലൊരാൾക്ക് ഈ രാജു P. നായർ അങ്ങനെ പരാതി കൊടുക്കുന്നത് അദ്ദേഹം അനുകൂലിക്കില്ല. അതിനെ എതിർക്കുന്ന ആദ്യത്തെ ആൾ VD സതീശനായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു നിലപാടുള്ള ആൾ എന്തുകൊണ്ടാണ് ഈ KSU സംസ്ഥാന അധ്യക്ഷൻ ഇത്ര വലിയ വിവാദത്തിന് ശേഷം നേരിൽ കണ്ടിട്ടും ഒന്ന് മൈൻഡ് ചെയ്യാതെ കടന്നു പോയത്?
ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം, നമ്മളൊക്കെ വ്യക്തികളാണല്ലോ, അത് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നിങ്ങളോ ഞാനോ ആയാൽ പോലും എല്ലാ സമയത്തും പ്രതികരണം ഒരുപോലെ ആയിരിക്കണം എന്നില്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് അടിവരായിട്ട് പറയുന്നു, രാജീവ് പി നായർ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വി.ഡി. സതീശൻ അനുകൂലിക്കില്ല. അദ്ദേഹത്തെ അനുകൂലിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം മാധ്യമ വക്താവായിരുന്ന ഏറ്റവും ഈ പറയുന്ന സദുദ്ദേശപരമായ വിമർശനം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കലും അനുകൂലിക്കില്ല. അതിനെ ആദ്യം ഏറ്റവും എതിർക്കുന്ന ആൾ വി.ഡി. സതീശനായിരിക്കും. ശരി, അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.